ബോധിയുടെ ഫിസിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച ശേഷം എന്തായിരുന്നു, ആ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച ശേഷം അതിലെ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഒരു നിശ്ചിത ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനിടയിലുള്ള അല്ലയോ ഒരു ടൈം വെലോസിറ്റി ഗ്രാഫ് വരച്ച ശേഷം അതിലെ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും എന്നായിരുന്നു ചോദ്യം. നമ്മൾ പ്രൂവ് ചെയ്തത് നമ്മൾ പറഞ്ഞായിരുന്നു, അത്തരത്തിൽ ഒരു ടൈം ഇന്റർവെലിനിടയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഗ്രാഫിന്റെ അത്രയും പോർഷന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഗ്രാഫിന്റെ ഒരു ഇത്ര ടൈം പീരീഡ് ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും പോർഷന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, അല്ലയോ? എന്താണ്? The displacement in a body within a time interval എന്തായിരുന്നു? The displacement in a body within a time interval, it is equal to the area of the portion. It is equal to the area of the portion under the velocity time graph എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഒരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച ശേഷം അതിൽ നിന്നും വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടെത്താൻ പോവുകയാണ്. എന്ന് കണ്ടെത്താൻ പോവുകയാണ്? വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയായിരിക്കും, ആ തമ്മിലൊരു ബന്ധമാണ്, എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യമായി എന്ത് വരയ്ക്കുന്നു? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. എന്ത് ഗ്രാഫാണ്? ആ യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഗ്രാഫ് ഇവിടെ വരച്ചത്? ആ വെലോസിറ്റി ടൈം റിലേഷൻ എന്താണ്? ആ വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വരച്ചു? നമ്മളൊരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. അപ്പൊ ഗ്രാഫിന്റെ പേര് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ആ തുടങ്ങുന്ന വെലോസിറ്റി നമുക്കറിയാം. ഗ്രാഫിന്റെ പേരിന്റെ ആദ്യം എവിടെ റെപ്രസെന്റ് ചെയ്യണം? ആ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തിനെ കൊടുക്കുന്നു? ഗ്രാഫിന്റെ പേര് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നായതുകൊണ്ട് വൈയും നമ്മൾ വെലോസിറ്റിയെ പറയുന്നു, എക്സും നമ്മൾ ടൈമിനെ പറയുന്നു. വെലോസിറ്റിയുടെ യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡ്സ്, ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡ്. നമ്മുടെ ഒരു യൂണിഫോം വെലോസിറ്റി ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിഞ്ഞ ശേഷം ഈ കണ്ടോ 2 സെക്കൻഡ്. ഈ 2 സെക്കൻഡിനെ ഞാൻ T1 എന്ന് അടയാളപ്പെടുത്തുന്നു. T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ടൈം 1. അതോടൊപ്പം 4 സെക്കൻഡിനെ ഞാൻ T2 എന്നും അടയാളപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, മറ്റൊന്നും ഇവിടെ ഇല്ല. ഞാനൊരു യൂണിഫോം ടൈം വെലോസിറ്റി ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ശേഷം 2 സെക്കൻഡിനെ ഞാൻ T1 എന്നും 4 സെക്കൻഡിനെ ഞാൻ T2 എന്നും അടയാളപ്പെടുത്തിയ ശേഷം 2 സെക്കൻഡിൽ നിന്ന് ഞാൻ ഈ ഗ്രാഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ 2 നിന്നും ഗ്രാഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ 2 സെക്കൻഡിൽ നിന്നും വരച്ച പെർപെൻഡിക്കുലർ ഗ്രാഫിന്റെ എവിടെ മീറ്റ് ചെയ്തോ ആ പോയിന്റിനെ ഞാൻ P എന്ന് അടയാളപ്പെടുത്തി. ഞാൻ P എന്ന് അടയാളപ്പെടുത്തി. ശേഷം ഞാൻ 4 സെക്കൻഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഗ്രാഫിലേക്ക് വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ 4 സെക്കൻഡിൽ നിന്നും ഗ്രാഫിലേക്ക് വരച്ച ആ പെർപെൻഡിക്കുലർ അത് ഗ്രാഫിന്റെ എവിടെയാണോ മീറ്റ് ചെയ്തത് ആ പോയിന്റിനെ ഞാൻ Q എന്ന് അടയാളപ്പെടുത്തി. അപ്പൊ ഇവിടെ മറ്റൊന്നുമില്ല, ഞാൻ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ആ ടൈം ഇവിടെ കൂടി പോവുകയാണ്. എന്താണ്? 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 2 സെക്കൻഡിൽ ഞാൻ T1 എന്നും 4 സെക്കൻഡ് ഞാൻ T2 എന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അടയാളപ്പെടുത്തി. ആ 2 സെക്കൻഡിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. അത് ഗ്രാഫിൽ എവിടെയാണോ മീറ്റ് ചെയ്തത് ആ പോയിന്റ് ഞാൻ P എന്ന പേര് കൊടുത്തു. 4 സെക്കൻഡിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ എവിടെയാണോ മീറ്റ് ചെയ്തത് അതിന് ഞാൻ Q എന്ന പേര് കൊടുത്തു. അതിനുശേഷം
ഈ പിയിൽ നിന്ന് ഞാൻ മറ്റൊരു ലംബം, ഞാൻ മറ്റൊരു പെർപെൻഡിക്കുലർ എന്തിലേക്ക് വരയ്ക്കുകയാണ്? ആ ക്യൂവിലേക്ക് വരയ്ക്കുകയാണ്. പിയിൽ നിന്നും ഞാൻ മറ്റൊരു ലംബം എന്തിലേക്ക് വരച്ചു? ആ ക്യൂവിലേക്ക് വരച്ചു. ഞാൻ ഇതിന് പേര് കൊടുത്തു, ഇതിന് പി, ഇത് ക്യൂ, ഇവിടെ ഞാൻ പേര് കൊടുത്തു ആർ, ഇതെന്താണ്? എസ്. അപ്പോൾ പി ക്യൂ ആർ എസ്. അത് ഞാൻ T1 നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അത് മീറ്റ് ചെയ്ത പോയിന്റിന് പി എന്ന പേര് കൊടുത്തു. T2 നിന്ന് വരച്ച പെർപെൻഡിക്കുലർ എവിടെ മീറ്റ് ചെയ്തു? ആ ക്യൂവിൽ മീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ QR-ലേക്ക് മറ്റൊരു പെർപെൻഡിക്കുലർ വരച്ചു. എവിടെ നിന്ന് വരച്ചു? ആ പിയിൽ നിന്ന് വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റിന് ഞാൻ എ എന്ന പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? ആ എ എന്ന പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ പറയുന്നു, ഇതിപ്പോ നോക്കുക, ഇതൊരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ആദ്യം പറഞ്ഞ പോലെ T1 അടയാളപ്പെടുത്തി, T2 അടയാളപ്പെടുത്തി, രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. അത് പിയും ക്യൂവുമാണ്. 4 പോയിന്റുകൾ കൂടി കൊടുത്തു, ആറും എസും കൊടുത്തു. എന്താണ്? QR-ലേക്ക് പിയിൽ നിന്ന് മറ്റൊരു പെർപെൻഡിക്കുലർ വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റ് ഞാൻ എ എന്ന പേര് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഈ പി എസിനെ നോക്കുക, ഇതൊരു ഏകദേശം ഒരു ചതുരം പോലെ ആയില്ലേ? ഈ PARS എന്ന് പറഞ്ഞ ഏകദേശം ഒരു ചതുരം പോലെ ആയില്ലേ? ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നു, ഞാൻ പി എസിനെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നു. എന്ത് പറയുന്നു? പി എസിനെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നു. പി എസിനെ ഞാൻ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നു. ഓർക്കുക, ഇവിടെ പി എസും എ ആറും ഒക്കെ പാരലൽ ലൈൻസിലെ സമാന്തരമായില്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി എസ് എ ആയാൽ എ ആറും എ തന്നെ ആയിരിക്കത്തില്ലേ ലെങ്ത് എന്ന് പറയുന്ന കാര്യം? ഇവിടെ പി എസിന്റെ നീളവും എ ആറിന്റെ നീളവും ഏകദേശം തുല്യമല്ലേ? ഞാൻ പി എസിന്റെ നീളത്തെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ആറിന്റെ നീളവും എക്സ് തന്നെ ആയിരിക്കത്തില്ലയോ? കാര്യം രണ്ട് നീളവും ഏകദേശം തുല്യമല്ലേ? ഏകദേശം തുല്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പി എസിനെ പറയുന്നു, പി എസിനെ ഇനിഷ്യൽ വെലോസിറ്റി ആയി പറയുന്നു. സോ ഇവിടെ പി എസും എ ആറും തുല്യമായത് കൊണ്ട് തന്നെ പി എസ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗമായി കഴിഞ്ഞാൽ എ ആറും എന്ത് തന്നെ ആയിരിക്കും? ആദ്യ പ്രവേഗം തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതുന്നു പി എസ് ഈസിക്കൽ ടു എ ആർ. എന്താണ്? പി എസ് ഈസിക്കൽ ടു എ ആർ. ബ്രാക്കറ്റ് എഴുതുന്നു. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ടാണ് കാണിക്കുന്നത്? നമ്മൾ യു എന്ന അക്ഷരം കൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റിയെ കാണിക്കുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു QR ആണ് ഫൈനൽ വെലോസിറ്റി. ഞാൻ പി എസിനെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു QR ആണ് ഫൈനൽ വെലോസിറ്റി. ഞാൻ എഴുതുന്നു QR ഈസിക്കൽ ടു, സോ QR ഈസിക്കൽ ടു ഫൈനൽ വെലോസിറ്റി. QR ഈസിക്കൽ ടു ഫൈനൽ വെലോസിറ്റി. നമ്മൾ ഫൈനൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ടാണ് കാണിക്കുന്നത്? അപ്പൊ നമ്മൾ ഫൈനൽ വെലോസിറ്റി നമ്മൾ V എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യം എല്ലാ ആൾക്കാർക്കും ഓക്കെ അല്ലേ? നമ്മൾ ആദ്യമേ പി എസ് വരച്ചു, QR വരച്ചു. ഞാൻ പി എസിന് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. പി എസും എ ആറും തുല്യമായതുകൊണ്ട് പി എസ് ഇനിഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എ ആറും എന്ത് തന്നെയായിരിക്കും? എ ആറും ഇനിഷ്യൽ വെലോസിറ്റി തന്നെയായിരിക്കും. പക്ഷേ QR ഞാൻ പറയുന്നുവെങ്കിൽ QR ഞാൻ ഇവിടെ ഫൈനൽ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നോക്കുക, PARS കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പി എസ് ഈസിക്കൽ ടു എ ആർ ആയിരിക്കും, ഉറപ്പാണേ. അതുപോലെ തന്നെ ഇവിടെ PA ഈസിക്കൽ ടു SR ആയിരിക്കും. എന്താണ്? PA ഈസിക്കൽ ടു SR. കാരണം ഇതിനൊരു ചതുരമായി പരിഗണിച്ചു കഴിഞ്ഞാൽ PA-യുടെ നീളവും SR നീളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ SR എന്താണ്? ടൈം അല്ലയോ? S T1ഉം R T2ഉം അല്ലയോ? അപ്പൊ SR ടൈം ആയി കഴിഞ്ഞാൽ ഇവിടെ PAയും എന്ത് തന്നെയായിരിക്കും? ടൈം തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എഴുതുന്നു എന്താണ്? PA സമം SR ഈസിക്കൽ ടു എന്താണ്? ടൈം ആയിരിക്കും. ഓർക്കുക, ഇവിടെ S T1ഉം R T2ഉമാണ്. T1ഉം T2ഉം ഉണ്ടെങ്കിൽ T കണ്ടുപിടിക്കുന്നത് T2 മൈനസ് T1 ആയിരിക്കും. എന്തായിരിക്കും? T2 മൈനസ് എന്തായിരിക്കും? T1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടി? നമുക്ക് പി എസ് കിട്ടി. പി എസ് ഈസിക്കൽ ടു എ ആർ എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അതിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. പി എ നമ്മൾ പറഞ്ഞു ടൈം ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു പി എ ടൈം ആണെന്ന്? കാര്യം പി എയുടെ ലെങ്തും എസ് ആർ തുല്യമായിരിക്കും. എസ് ആർ ടൈം ആയി കഴിഞ്ഞാൽ പി എ എന്തായിരിക്കും? പി എയും ടൈം തന്നെയായിരിക്കും. നമ്മൾ QR-നെ ഫൈനൽ വെലോസിറ്റി ആയി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ AQവിന്റെ നീളം എനിക്ക് ഇവിടെ കണ്ടുപിടിക്കണം. എന്ത് ലെങ്ത് കണ്ടുപിടിക്കണം? AQവിന്റെ ലെങ്ത് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഓർക്കുക, RQവിൽ ഞാൻ പറഞ്ഞു QR എന്താണ്? RQ അല്ലെങ്കിൽ QR ഫൈനൽ വെലോസിറ്റി ആണ്.
AR വരെ എന്താണ്? AR വരെ ഇനിഷ്യൽ വെലോസിറ്റിയുമാണ്. എനിക്കിവിടെ QA എത്ര എന്ന് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഞാൻ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് വയ്ക്കുക. എത്ര വയ്ക്കുക? 10 സെന്റിമീറ്റർ എന്ന് വയ്ക്കുക. ഞാൻ ഏറ്റവും ടോപ്പിൽ Q എന്ന പേര് കൊടുത്തു, മിഡിലിൽ A എന്ന പേര് കൊടുത്തു, ഏറ്റവും എൻഡിൽ R എന്ന പേര് കൊടുത്തു. അതിനുശേഷം A മുതൽ R വരെ 6 സെന്റിമീറ്റർ ഉണ്ട് എങ്കിൽ, എത്ര സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 6 സെന്റിമീറ്റർ ഉണ്ട് എങ്കിൽ QA എത്രയായിരിക്കും? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. QA എത്രയായിരിക്കും? QA 3 സെന്റിമീറ്റർ. കാരണം എങ്ങനെ ഒന്ന് QA 3 സെന്റിമീറ്റർ? നമ്മൾ 10ൽ നിന്നും 6 കുറച്ചു, കാരണം ടോട്ടൽ ലെങ്ത് 10 ആണ്. അത് ഇത്രയും വരെ 6 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 4. നമുക്ക് എങ്ങനെ കിട്ടി? നമ്മൾ 10ൽ നിന്നും 6നെ കുറച്ചു. അവിടെ 10ൽ നിന്നും 6നെ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ അത് QR അല്ലേ? QR മൈനസ് AR അല്ലയോ നമുക്ക് എന്ത് കിട്ടിയത്? QR മൈനസ് AR അല്ലയോ നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് QA ലെങ്ത് കിട്ടിയത്. അപ്പോൾ ഇവിടെയും അതേപോലെ നമ്മൾ QA കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ QA നമ്മൾ എഴുതുന്നു AQ അല്ലെങ്കിൽ QA = നമുക്ക് എഴുതാം QA സമം എന്തായിരിക്കും? QR മൈനസ് AR ആയിരിക്കും. QA സമം എന്തായിരിക്കും? QR മൈനസ് AR ആയിരിക്കും. QA സമം QR മൈനസ് AR ആയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞായിരുന്നു A മുതൽ R വരെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഈ R എന്ന പോയിന്റ് കഴിഞ്ഞ ശേഷം ആ വെലോസിറ്റി കൂടി പോവുകയല്ലേ? വെലോസിറ്റി മുകളിലേക്ക് കൂടി പോവുകയല്ലേ? അത്തരത്തിൽ വെലോസിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. വെലോസിറ്റി കൂടുകയാണെങ്കിൽ അതിനെ ആക്സിലറേഷൻ എന്നും, വെലോസിറ്റി കുറയുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടി പോവുകയാണ്. അല്ലെങ്കിൽ നമുക്കതിനെ ആക്സിലറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ട്രയാങ്കിൾ ഈ QAP എന്ന ഒരു ത്രികോണത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ഏതായിരിക്കും? മുകളിലേക്കുള്ള വെലോസിറ്റി പോണത് ഈ ഒരു ത്രികോണം, ഈ ഒരു ട്രയാങ്കിളിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി AQ അല്ലേ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ AQ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? AQ നമുക്കവിടെ ആക്സിലറേഷനെ കാണിച്ചു തരുന്നു. നമുക്കറിയാം ആക്സിലറേഷൻ കാണുന്ന ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. സോ എന്താണ്? ആക്സിലറേഷൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരിക്കും. കാര്യം ഇവിടെ AR എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി കഴിഞ്ഞാൽ വെലോസിറ്റി കൂടി മുകളിലേക്ക് പോകുകയല്ലേ? ആ മുകളിലേക്ക് പോയ QA എന്താണ്? നമുക്ക് QA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ QA കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കിട്ടി? നമുക്ക് QR മൈനസ് AR എന്ന് കിട്ടി. ഞാനിവിടെ ആക്സിലറേഷനെ കൊണ്ടുവരുന്നു, കാരണം ഇത് ആക്സിലറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയല്ലയോ. സോ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. ഞാൻ എഴുതുന്നു ആക്സിലറേഷൻ A = ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു QA സമം ആക്സിലറേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റിയുടെ വ്യത്യാസം എത്രയാണ്? ആ വ്യത്യാസമാണ് AQ ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം എന്താണ്? SR ടൈം ആയിരിക്കും. ക്ഷമിക്കണം, ഞാൻ ഇവിടെ QA എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് AQ മാറ്റുന്നതാക്കാം. നമുക്ക് ഇവിടെ QA എന്നാക്കാം. നമുക്ക് QA എന്നാക്കാം. ഹിയർ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്താണ്? ടൈം ആയിരിക്കും. നമുക്കിവിടെ ഏത് പോയിന്റിലാണ് വെലോസിറ്റിക്ക് വ്യത്യാസം വന്നേക്കുന്നത്? QA എന്ന് പറയുന്ന പോയിന്റിലാണല്ലോ വെലോസിറ്റിക്ക് വ്യത്യാസം വന്നേക്കുന്നത്. സോ എഴുതുന്നു ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഏത് പോയിന്റിലാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വന്നേക്കുന്നത്? QA എന്ന് പറയുന്ന പോയിന്റിലാണല്ലോ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നേക്കുന്നത്. ആക്സിലറേഷൻ A QA ഡിവൈഡ് ബൈ ടൈം. ടൈം എന്തിനെ കാണിക്കുന്നു? SR നെ കാണിക്കുന്നു. വീണ്ടും എഴുതാം ആക്സിലറേഷൻ A QA ന് വാല്യൂ ഉണ്ടോ? നമ്മളിവിടെ QAയുടെ വാല്യൂ ആദ്യമേ കണ്ടുപിടിച്ചു. എന്താണ്? QR മൈനസ് AR എഴുതുന്നു. QAക്ക് പകരം എഴുതുന്നു QAയുടെ വാല്യൂ ആയ QR മൈനസ് AR എന്ന് എഴുതുന്നു. തെറ്റിപ്പോകരുത്, നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് QAയുടെ വാല്യൂ. എഴുതുന്നു ആക്സിലറേഷൻ QAക്ക് പകരം QAയുടെ വാല്യൂ എന്താണ്? QR മൈനസ് AR ഡിവൈഡ് ബൈ SR ന്റെ വാല്യൂ എന്താണ്? SR ന്റെ വാല്യൂ നോക്കിയേ. SR ന്റെ വാല്യൂ ടൈം ആണ്, T എഴുതി. വീണ്ടും എഴുതുന്നു ആക്സിലറേഷൻ A QR ന്റെ വാല്യൂ ഉണ്ടോ നോക്കുക. നോക്കിയേ, QR ന്റെ വാല്യൂ ഉണ്ടോ? ഉണ്ട്. നമ്മൾ പറഞ്ഞു QR ഫൈനൽ വെലോസിറ്റി ആണ്. അത് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? നമ്മൾ അതിനെ V എന്ന സിമ്പിൾ കൊണ്ട് കാണിക്കുന്നു. സോ QR V എഴുതുന്നു. QR V മൈനസ് AR ന്റെ വാല്യൂ ഉണ്ടോ?
ഉണ്ട്. ARന്റെ വാല്യൂ എന്താണ്? U. U ഡിവൈഡ് ബൈ എന്തായിരിക്കും? T ആയിരിക്കും. അപ്പൊ A is equal to V minus U by എന്തായിരിക്കും? T ആയിരിക്കും. ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെ എഴുതാം? A into T is equal to എന്താണ്? A and T കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A into T is equal to എന്തായിരിക്കും? V minus U ആയിരിക്കും. ഞാൻ V യെ കോമൺ എഴുതുന്നു. V is equal to U plus A into T എന്താണ്? AT. V is equal to U plus AT. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് മോഷന്റെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ V is equal to U plus AT തന്നെയാണ് എന്ത് എന്ന് പറഞ്ഞത്? വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഈ V is equal to U plus AT എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ തന്നെയാണ് എന്ത് പറയുന്നത്? വെലോസിറ്റി ടൈം റിലേഷൻ. ഒരു പർട്ടിക്കുലർ ടൈം ഒരു വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്, അത് നമ്മുടെ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷനാണ് V is equal to U plus AT. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നും പറയാം. അതോടൊപ്പം മറ്റെന്തും പറയാം. നമുക്ക് പറയാം ഇതിനെ എന്താണ്? വെലോസിറ്റി ടൈം റിലേഷൻ എന്നും പറയാം. വെലോസിറ്റി ടൈം റിലേഷൻ. നമ്മൾ എങ്ങനെയാണ് ഈ വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചത്? ഒരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. ആദ്യം എന്ത് ചെയ്തു? യൂണിഫോം വെലോസിറ്റി ഗ്രാഫ് വരച്ചു. ഒരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. T1 T2 അടയാളപ്പെടുത്തി. T1 നിന്ന് എന്ത് ചെയ്തു? ഒരു ലംബരേഖ വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റ് P എന്ന് കൊടുത്തു. T2 നിന്ന് വരച്ച ലംബരേഖ എവിടെ മീറ്റ് ചെയ്തു? Qവിൽ മീറ്റ് ചെയ്തു. അതിനുശേഷം പേര് കൊടുത്തു. PQRS എന്ന പേര് കൊടുത്തു. QRലേക്ക് മറ്റൊരു ലംബം വരച്ചു. എവിടെ നിന്ന് വരച്ചു? P നിന്നൊരു ലംബം വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റ് A എന്ന പേര് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ PS-നെ ആദ്യ പ്രവേഗമായി എടുത്തു, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിയായി എടുത്തു. PS ഉം AR ഉം തുല്യമായതുകൊണ്ട് PS is equal to AR is equal to U എന്ന് ഞാൻ എഴുതി. എന്താണ്? PS is equal to AR is equal to U ആണ്. കാര്യം എന്താണ്? അത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. കൂടെ എഴുതി. കൂടെ പറഞ്ഞു QR is equal to എന്ത് പറഞ്ഞു? QR ഞാൻ ഫൈനൽ വെലോസിറ്റി ആയി കൺസിഡർ ചെയ്തു. സോ QR is equal to ഫൈനൽ വെലോസിറ്റി. ഞാൻ അതിനെ V എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് എന്ത് ചെയ്തു? അക്ഷരം കൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിച്ചു. ശേഷം ഞാൻ PA കൺസിഡർ ചെയ്തു. നമുക്കറിയാം PA-യുടെ ലെങ്തും SR-ന്റെ ലെങ്തും എന്താണ്? ഏകദേശം ഈക്വൽ തന്നെ ആയിരിക്കും. സോ SR is equal to ടൈം ആയി കഴിഞ്ഞാൽ PA-യും എന്ത് തന്നെയായിരിക്കും? PA-യും ടൈം തന്നെയായിരിക്കും. സോ PA is equal to SR എന്ന് എഴുതി ഞാൻ അതിനെ T ആയി കൺസിഡർ ചെയ്തു. ഇവിടെ T1 ഉം T2 ഉം ഉള്ളത് കൊണ്ട് ടൈം കണ്ടുപിടിക്കുന്നത് T2 മൈനസ് T1 ആയിരിക്കും. എന്തായിരിക്കും ടൈം കണ്ടുപിടിക്കുന്നത്? T2 മൈനസ് എന്ത് തന്നെയായിരിക്കും? T1 തന്നെയായിരിക്കും. സോ ഇവിടെ QR എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയിൽ A എന്ന പോയിന്റിൽ വെച്ചാണ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നത്? വ്യത്യാസം സംഭവിക്കുന്നത്. സോ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് QA കണ്ടുപിടിക്കണം. QA കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? QA is equal to QR minus AR ആയിരിക്കും. എന്തായിരിക്കും? QA is equal to QR minus AR ആയിരിക്കും. സോ വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാനിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു. കാര്യം ആക്സിലറേഷൻ is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. എഴുതുന്നു ആക്സിലറേഷൻ A is equal to വെലോസിറ്റി വ്യത്യാസം ഏതാണ്? QA അല്ലേ വെലോസിറ്റിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ A is equal to QA by SR. ഇവിടെ A ക്ക് ആക്സിലറേഷൻ is equal to എന്താണ്? QA-യുടെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? QA is equal to QR minus AR തന്നെയായിരിക്കും. ഡിവൈഡ് ബൈ SR-ന്റെ വാല്യൂ എന്താണ്? SR-ന്റെ വാല്യൂ ടൈം ആണ്. സോ എഴുതി ആക്സിലറേഷൻ A is equal to QR-ന്റെ മൂല്യം എന്താ കിടക്കുന്നു? QR is equal to V മൈനസ് AR-ന്റെ വാല്യൂ എന്താണ്? AR-ന്റെ വാല്യൂ സമം U ഡിവൈഡ് ബൈ ടൈം. സോ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. A ഗുണം T is equal to V minus U. V യെ കോമൺ ആയി എടുത്തു. V is equal to U plus AT. അപ്പോൾ V is equal to U plus AT എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ന്യൂട്ടന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതോടൊപ്പം അതിനെ പറയുന്നു വെലോസിറ്റി ടൈം റിലേഷൻ. അതിനെന്ത് പറയുന്നു? വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് നമ്മൾ പറയുന്നു. നന്നായി ഓർക്കുക, ബുക്കിൽ പേപ്പറിൽ എഴുതി പഠിക്കുക ഇത്. ശേഷം നമ്മൾ മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നു, പൊസിഷൻ ടൈം റിലേഷൻ. നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തായി പഠിക്കുന്നു പൊസിഷൻ ടൈം റിലേഷൻ. എന്തിന്റെ ഹെൽപ്പോടെ? നമ്മൾ വരച്ച ഈ ഗ്രാഫിന്റെ സഹായത്തോടു കൂടി തന്നെ എന്ത് പഠിക്കുന്നു? നമ്മൾ പൊസിഷൻ ടൈം റിലേഷനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ V is equal to U plus AT ആയിരിക്കും. അടുത്തായി പഠിക്കുന്നു പൊസിഷൻ ടൈം റിലേഷൻ. എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ? മറ്റൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ ടൈമില് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ആ പൊസിഷൻ മനസ്സിലാക്കണം. ആ ഒരു റിലേഷൻ ആണ് പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇതേ ഗ്രാഫ് തന്നെ ഉപയോഗിക്കുന്നു. എന്താണ് യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ആ പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനായിട്ട് ഞാൻ വരച്ച ഈ PQRS, ഞാൻ ഈ PQRSനെ മുറിച്ച് പുറത്തേക്ക് മാറ്റിയെടുക്കുകയാണ്. ഞാൻ ആദ്യമായി PS വരയ്ക്കുന്നു. PS വരച്ചു, SP വരച്ചു. നമ്മൾ മുകളിലുള്ള ഈ പോർഷൻ നേരെ മുകളിലേക്ക് വരച്ചു. ആ Q എന്ന് മാർക്ക് ചെയ്തു. നേരെ ഞാൻ താഴേക്ക് വരച്ചു. R മാർക്ക് ചെയ്തു. എന്ത് വരച്ചു? SR ഞാൻ വരച്ചു. ഓക്കെ, ഈ ഷേപ്പ് നോക്കി നിങ്ങൾ ഇതിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ കണ്ടു കാണും. മാത്സിലൊക്കെ ഇങ്ങനെ വരച്ച് നിങ്ങൾ അതിനെ സാമാന്തരികം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അതിനെ സാമാന്തരികം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്നാണ് പറയുന്നത്. ആ ട്രപ്പീസിയം നമ്മൾ എടുത്ത് നൂത്ത് നിർത്തിയേക്കുകയാണ്. ട്രപ്പീസിയം എന്താണ് എടുത്ത് നൂത്ത് നിർത്തിയേക്കുകയാണ്. ഈ പോലെ നമ്മൾ വരച്ച A, അതിനെ ഞാൻ അടയാളപ്പെടുത്തി. ശേഷം ഈ പൊസിഷൻ ടൈം റിലേഷൻ ഒരു മെയിൻ കാര്യം മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഒരു പോർഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഏരിയക്ക് ഇക്വലന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ PS ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ, U അല്ലേ? ഈ PS ഞാൻ A എന്ന പേര് കൊടുക്കുന്നു. ഈ PQRS ട്രപ്പീസിയത്തിന്റെ ഈ PS ഞാൻ A എന്ന പേര് കൊടുക്കുന്നു. QR എന്ന സൈഡിൽ ഞാൻ B എന്ന പേര് കൊടുക്കുന്നു. അതേപോലെ SR എന്ന സൈഡിൽ ഞാൻ H എന്ന് കൊടുക്കുന്നു. ABH. അപ്പോൾ ഈ ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡിന് A, B എന്ന പേര് കൊടുക്കുന്നു. അതോടൊപ്പം എന്താണ് ഈ SR തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ SR അതിന് ഞാൻ H എന്നും പേര് കൊടുക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആ PQRS എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തെ മുറിച്ച് അങ്ങോട്ടേക്ക് മാറ്റിവെച്ച ശേഷം ഞാൻ എന്ത് കൊടുത്തു? ആ A അടയാളപ്പെടുത്തിയ ശേഷം അതിന്റെ ഒരു സൈഡിന് A എന്നും അടുത്ത സൈഡിന് ഞാൻ B എന്നും പേര് കൊടുത്തു. അതോടൊപ്പം ആ രണ്ട് സൈഡുകൾ തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തിന് H എന്നും പേര് കൊടുത്തു. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ശ്രദ്ധിക്കുക, ഇവിടെ PS നമ്മുടെ ഗ്രാഫിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ PS എന്താണ്? PS ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? അപ്പോൾ PS വേണ്ട. PS ഡയറക്റ്റ് PS എഴുതുന്നില്ല. ഞാൻ A എന്ന സൈഡിനെ പരിഗണിച്ചു. A എന്ന വശത്തെ പരിഗണിച്ചു. A ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? A ഈസ് ഇക്വൽ ടു PS അല്ലയോ? A ഈസ് ഇക്വൽ ടു PS ആയിരിക്കും. ഇവിടെ PS എന്ന് വെച്ചാൽ എന്താണ്? PS എന്ന് വെച്ചാൽ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ U ആയിരിക്കും. എന്തായിരിക്കും? ആദ്യ പ്രവേഗം അല്ലെങ്കിൽ U ആയിരിക്കും. ശേഷം ഞാൻ എന്ത് എടുക്കുന്നു? ഞാൻ B എന്ന സൈഡിനെ കൺസിഡർ ചെയ്യുന്നു. ഓർക്കുക, ഈ ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സ് ആണ് A യും B യും. ഞാൻ B എന്ന സൈഡിനെ കൺസിഡർ ചെയ്യുന്നു. B ഈസ് ഇക്വൽ ടു എന്താണ്? B ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? B ഈസ് ഇക്വൽ ടു QR ആയിരിക്കും. അതെന്തായിരിക്കും? അത് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ അത് ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അതിനെ V എന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നു. ശേഷം SR ടൈം ആണല്ലോ. ടൈം T ഈസ് ഇക്വൽ ടു SR. T ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? SR ആയിരിക്കും. ഞാൻ അതിനെ ഇവിടെ T അല്ല, ഞാൻ ഇവിടെ H എന്ന അക്ഷരമാണ് എടുത്തത്. സോ H ഈസ് ഇക്വൽ ടു SR ആയിരിക്കും. SR എന്തായിരിക്കും? SR അവിടെ ടൈമിനെ അല്ലേ കാണിക്കുന്നത്? കാര്യം ഇവിടെ SR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിനെ അനുസരിച്ച് ടൈം അല്ലയോ കാണിക്കുന്നത്? ടൈമിനെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം, എനിക്ക് ഇത്രയും ഈ പർട്ടിക്കുലർ ഇത്രയും സ്ഥലത്തിന്റെ ഇത്രയും പർട്ടിക്കുലർ പ്ലേസിന്റെ എനിക്ക് ഏരിയ വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇവന്റെ ഏരിയ അതിന്റെ ഡിസ്പ്ലേ ഒരു ഗ്രാഫിലെ ഒരു പർട്ടിക്കുലർ പോർഷന്റെ എന്താണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഒരു ടൈം പീരീഡിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് അത്രയും പോർഷന്റെ ഏരിയക്ക് തുല്യമായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്രയും പോർഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഈ T1 മുതൽ T2 വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കണ്ടുപിടിക്കണം. എന്തിൽ നിന്ന്? ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന്. അതോടൊപ്പം എനിക്കറിയാം ഏരിയ ഈസ് ഇക്വൽ ടു എന്താണ്? ഏരിയ ഈസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഏരിയ ഈസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും.
നോക്കുക, ഇവിടെ PQRS എന്ന് പറഞ്ഞ ട്രപ്പീസിയം, ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ എത്രയാണോ അത് തന്നെ ആയിരിക്കും T1 മുതൽ T വരെയുള്ള അല്ലെങ്കിൽ S മുതൽ R വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ മറ്റ് മാർഗമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. കാര്യം എന്താണ്? ഏരിയ ഈസിക്കൽ ടു എന്തായിരിക്കും? ആ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കുമല്ലോ. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ, സോ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം എന്താണ്? ഏരിയ ഓഫ് ദ ട്രപ്പീസിയം PQRS ഈസിക്കൽ ടു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് h ഇൻറ്റു എന്താണ്? ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ആയിരിക്കും. എന്തായിരിക്കും? ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ആയിരിക്കും. ഞാൻ എഴുതുന്നു. സോ ഏരിയ ഈസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കുമല്ലോ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ ലെറ്റർ S കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മറന്നു പോകരുത്, ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ ലെറ്റർ S കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ ഏരിയ ഈസിക്കൽ ടു എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ ഞാൻ എഴുതുന്നു. സോ എസ് ഡിസ്പ്ലേസ്മെന്റ് ഈസിക്കൽ ടു ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി. ഇവിടെ എസ് എവിടെ നോന്നു? എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം ഈ ട്രപ്പീസിയത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏരിയക്ക് തുല്യമാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് എ ഈസിക്കൽ ടു എസ് ആയിരിക്കും. ഞാൻ ഏരിയക്ക് പകരം എസ് എഴുതുന്നു. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ S ഈസിക്കൽ ടു ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി എഴുതുന്നു. കൂടെ എഴുതുന്നു S ഈസിക്കൽ ടു ഹാഫ് h. ഇവിടെ Hന്റെ വാല്യൂ എന്താണ്? H ഈസിക്കൽ ടു SR അല്ലയോ? H ഈസിക്കൽ ടു എന്താണ്? SR അല്ലയോ? എഴുതുന്നു SR ഇൻറ്റു എയുടെ വാല്യൂ എന്താണ്? A ഈസിക്കൽ ടു PS അല്ലയോ? PS പ്ലസ് ബി. ബി ഈസിക്കൽ ടു എന്താണ്? ബി ഈസിക്കൽ ടു QR അല്ലയോ? എല്ലാം ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി S ഈസിക്കൽ ടു ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി. ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ കൊടുക്കുന്നു. S ഈസിക്കൽ ടു ഹാഫ് എഴുതി. SR Hന്റെ വാല്യൂ എന്താണ്? Hന്റെ വാല്യൂ എന്താണ്? SR ഇൻറ്റു എയുടെ മൂല്യം എന്താണ്? PS ഇൻ പ്ലസ് പിന്നെന്താണ്? ബിയുടെ മൂല്യം എന്താണ്? QR. നമ്മൾ അതേപോലെ എഴുതി S ഈസിക്കൽ ടു ഹാഫ് SR ഇൻറ്റു PS പ്ലസ് QR. വീണ്ടും എഴുതുന്നു S ഈസിക്കൽ ടു ഹാഫ് SRന്റെ മൂല്യം എന്താണ്? SR എന്തിനെ കാണിക്കുന്നു? SR ഇൻഡിക്കേറ്റ് ദ ടൈം. ഹാഫ് t ഇൻറ്റു എന്താണ്? SR ഇൻഡിക്കേറ്റ് ദ ടൈം. PS എന്തിനെ കാണിക്കുന്നു? PS ഇൻഡിക്കേറ്റ് ദ ഇനിഷ്യൽ വെലോസിറ്റി u പ്ലസ് QR എന്തിനെ കാണിക്കുന്നു? QR ഇൻഡിക്കേറ്റ് ദ ഫൈനൽ വെലോസിറ്റി v. ഇത്രയും എഴുതി നിർത്തുന്നു. അപ്പോൾ S ഈസിക്കൽ ടു ഹാഫ് t ഇൻറ്റു u പ്ലസ് v. ഇവിടെ നോക്കുക, എനിക്കിവിടെ v ഡയറക്റ്റ് എഴുതാൻ സാധിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ക് ഒരു മൂല്യമാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വെലോസിറ്റി ടൈം റിലേഷൻ, നമ്മളിപ്പോൾ പഠിക്കുന്നത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ പഠിച്ച സമയത്ത് നമ്മൾ വിയുടെ മൂല്യം കണ്ടുപിടിച്ചു. വി ഈസിക്കൽ ടു യു പ്ലസ് AT ആണ്. നമ്മളിന് വീണ്ടും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ വി എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. അതിന് പകരം എനിക്ക് വിയുടെ മൂല്യമായ യു പ്ലസ് AT എന്ന് മാത്രമേ എഴുതാൻ സാധിക്കൂ. ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും എഴുതുന്നു. S ഈസിക്കൽ ടു ഹാഫിന് ഞാൻ അതേപോലെ എഴുതി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു മാർക്ക് ചെയ്യണമെന്നില്ല. ഹാഫ് ടി ഇൻറ്റു ഞാൻ യുവിനെ അതേപോലെ എഴുതി യു പ്ലസ് വി. എനിക്ക് അങ്ങനെ എഴുതാൻ സാധിക്കില്ല, കാര്യം വിക്ക് മൂല്യമുണ്ട്. വിയുടെ വാല്യൂ ആണ് യു പ്ലസ് AT. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് വിക്ക് പകരം ഞാൻ വിയുടെ വാല്യൂ ആയി ആരെ എഴുതുന്നു? യു പ്ലസ് AT എഴുതുന്നു. ആരെഴുതുന്നു? വിയുടെ മൂല്യമായ യു പ്ലസ് AT എഴുതുന്നു. ഈ സ്റ്റെപ്പിൽ വെച്ച് ആർക്കും കൺഫ്യൂഷൻ വരരുത്. കാര്യം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച അനുസരിച്ച് ഹാഫ് SR ഇൻറ്റു PS പ്ലസ് QR ആയിരിക്കും. ഓരോന്നിനും അതിൻ്റെതായ മൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഹാഫ് SRന്റെ വാല്യൂ ആയ T യെ കൊടുത്തു, PSന്റെ വാല്യൂ ആയ U യെ കൊടുത്തു, QRന്റെ വാല്യൂ ആയ V യെ കൊടുത്തു. നമുക്കിതെല്ലാം ഡയറക്റ്റ് എഴുതാം. ഹാഫ് എഴുതാം, T എഴുതാം, U എഴുതാം. പക്ഷേ V മാത്രം എഴുതാൻ കാര്യം പറ്റില്ല. കാര്യം വിക്ക് ഒരു വാല്യൂ ഉണ്ട്. വിയുടെ വാല്യൂ ആണ് യു പ്ലസ് AT. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് വിക്ക് പകരം വിയുടെ മൂല്യമായി ആരെ കൊടുക്കുന്നു? യു പ്ലസ് AT കൊടുക്കുന്നു. എഴുതി ഹാഫ് ടി ഇൻറ്റു യു. അതേപോലെ എഴുതി വിക്ക് പകരം ആരെ കൊടുത്തു? വിയുടെ വാല്യൂ ആയ യു പ്ലസ് AT കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എഴുതുന്നു. S ഈസിക്കൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് യു. എന്താണ്? യു പ്ലസ് യു ഈസിക്കൽ ടു 2u പ്ലസ് AT എന്ന് എഴുതി. 2u പ്ലസ് AT എന്ന് എഴുതി. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഇതേപോലെ ഒരു കണക്ക്
മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ 2 കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം നടക്കുന്ന സിമ്പിൾ ഇടുന്നു, അതിനുശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 2 × 3 + 2 × 5 ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ഫോമിലായില്ലേ ഇതും? ആണോ അല്ലയോ? അപ്പൊ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. S = ½ t ആദ്യമായി 2u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ½ t എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? AT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശേഷം എഴുതുന്നു S = ½ t × 2 എഴുതുന്നു. S = ½ t × 2u, ½ t × 2u പ്ലസ് നടക്കുന്ന ചിഹ്നം ഏതാണ്? പ്ലസ്. വീണ്ടും ½ t × എന്താണ്? AT. നോക്കുക. സോ നമ്മൾ ½ t യെ 2u കൊണ്ടും ½ t യെ AT കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആൻസർ എങ്ങനെ വന്നു? S = ½ t × 2u പ്ലസ് ½ t × AT പ്ലസ് എന്താണ്? ½ t × AT എന്ന് നമുക്ക് കിട്ടി. നോക്കുക, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഈ 2ഉം ഈ 2ഉം എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. അപ്പൊ എഴുതുന്നു S = ബാക്കി ആരുടെ? ഇവിടെ ഒരു u ഉണ്ട്, ഇവിടെ t ഉണ്ട്. എഴുതുന്നു S = UT. നടക്കുന്ന ചിഹ്നം ഏതാണ്? പ്ലസ്. ഇവിടെ നിന്നുണ്ട് ബാക്കി ഒരു ഹാഫ് ഉണ്ട്, ബാക്കി ആരുണ്ട്? ½ t × AT ഉണ്ട്, ½ t ഉണ്ട്, AT ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എഴുതുന്നു S = UT പ്ലസ് ഹാഫിനെ അതേപോലെ എഴുതി. ഇവിടെ ഒരു t ഉണ്ട്, മറ്റൊരു t ഉണ്ട്. t × t എത്രയാണ്? t × t t² ആയിരിക്കും. എഴുതുന്നു A × t × t². അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. S = UT പ്ലസ് ½ AT². എന്താണ്? S = UT പ്ലസ് ½ AT². ഇതാണ് പൊസിഷൻ ടൈം റിലേഷൻ. ഇതാണ് പൊസിഷൻ ടൈം റിലേഷൻ. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആദ്യം വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. വെലോസിറ്റി ടൈം റിലേഷൻ അനുസരിച്ച് V = U + AT ആണെങ്കിൽ പൊസിഷൻ ടൈം റിലേഷൻ എന്താണ്? S = UT പ്ലസ് ½ AT². ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഏരിയ ആയിരിക്കും. നമ്മളിവിടെ ഈ ട്രപ്പീസത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ട്രപ്പീസത്തിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? കാര്യം ½ h × A + B എന്ന് പറഞ്ഞത് ട്രപ്പീസത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ = ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ S എന്നിട്ട് വന്നു. ഏരിയ എന്നിട്ട് അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു വന്നു. അതിന്റെ കാര്യം നമുക്കറിയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഫ്രം എ യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫ്? നമുക്ക് തന്നെ റീസൺ അറിയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി? എന്താണ്? ഫ്രം എ പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കറിയാം. ഫസ്റ്റ് കണ്ടുപിടിച്ചു വെലോസിറ്റി ടൈം റിലേഷൻ. എന്താണ് വെലോസിറ്റി ടൈം റിലേഷൻ? V = U + AT ആയിരിക്കും. അതോടൊപ്പം എന്താണ് പൊസിഷൻ ടൈം റിലേഷൻ എന്തായിരിക്കും? S = UT പ്ലസ് ½ AT² ആയിരിക്കും. ഇത്രയും കാര്യം നന്നായിട്ട് നോക്കുക. നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് അതിൽ നിന്ന് നമ്മൾ വരച്ച് ഇത്രയും PQRs നമ്മൾ മുറിച്ച് മാറ്റി വെച്ചു. ശേഷം അത് ട്രപ്പീസിയമായി മാറി. ഓരോ ഭാഗത്തിനും പേര് കൊടുത്തു. അതിന് 2 പാരലൽ സൈഡ് PS എന്നും QR എന്നും പറഞ്ഞ പാരലൽ സൈഡിന് ഞാൻ A എന്നും B എന്നും പേര് കൊടുത്തു. SR ന് H എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം PS ഇനിഷ്യൽ വെലോസിറ്റി ആണ്, QR ഫൈനൽ വെലോസിറ്റി ആണ്. SR എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? SR ഇൻഡിക്കേറ്റ് ദ ടൈം. നമ്മൾ അതിന് അതേപോലെ എഴുതി. അതിനുശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ടൈം ഇന്റർവെല്ലിനുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡേ ഉള്ളൂ. എന്താണ്? കാരണം ഇത്രയും പോർഷന്റെ ഏരിയ എന്ന് ഈക്വൽ ആയിരിക്കും, അത്രയും പോർഷന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഏരിയ = ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും എഴുതി. ഏരിയ ഓഫ് ദ ട്രപ്പീസിയം PQR = ½ h × A + B ആയിരിക്കും. സോ S എന്ന് എഴുതി. ഏരിയക്ക് പകരം എന്ത് എഴുതി? ഡിസ്പ്ലേസ്മെന്റ് എഴുതി. ഡിസ്പ്ലേസ്മെന്റ് = ½ h × A + B ആയിരിക്കും. ഓരോന്നിനും അതിന്റെ മൂല്യം കൊടുത്തു. ½ × H ന്റെ മൂല്യമായി ആരെ കൊടുത്തു? SR നെ കൊടുത്തു. A ക്ക് മൂല്യമായി ആരെ കൊടുത്തു? PS നെ കൊടുത്തു. B ക്ക് മൂല്യമായി ആരെ കൊടുത്തു? QR നെ കൊടുത്തു. ശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എഴുതി. എന്തെഴുതി? S = ½ t × SR ന്റെ മൂല്യമായ U എഴുതി. പിന്നെന്താണ്? QR ന്റെ മൂല്യമായ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ V എഴുതി. അത്രയും എഴുതി ഇക്വേഷൻ ക്ലോസ് ചെയ്തു. ശേഷം വീണ്ടും എഴുതി S = ½ t × U + V. സെയിം എഴുതാൻ സാധിക്കില്ല. കാര്യം എന്താണ്? V ക്ക് മൂല്യമുണ്ട്, U + AT അതേപോലെ എടുത്ത് എഴുതി. എന്താണ്? S = ½ t × U + AT. U + AT ഇവിടെ നിന്ന് ഈ V യുടെ മൂല്യമാണ് U + AT എന്ന് പറയുന്നത്.
ശേഷം എഴുതി ഒരു ഫോമിലേക്കായി s is equal to half t into u plus u 2u plus at എന്ന് നമ്മൾ എഴുതി. ശേഷം എഴുതി s is equal to തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് ടി കൊണ്ട് 2u നെയും ഹാഫ് ടി കൊണ്ട് at മൾട്ടിപ്ലൈ ചെയ്തു. സോ ഹാഫ് ടി into 2u, ഹാഫ് ടി into 2u plus ഹാഫ് ടി into at. സോ ഇവിടെ 2 ഉം 2 ഉം വെട്ടി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി ഒരു ut ഉണ്ട്. ut പ്ലസ് ഹാഫ് ടി into at സ്ക്വയർ. വീണ്ടും എഴുതി s is equal to ut പ്ലസ് ഹാഫ് ടിയും ടിയും ഉണ്ട്. ടിക്ക് ടി into ടി എന്താണ്? ടി സ്ക്വയർ ആണ്. at സ്ക്വയർ. ഇത്രയും എഴുതി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിച്ചു? നമ്മൾ ആദ്യം എന്താണ്? ആ പൊസിഷൻ ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. എന്താണ് വെലോസിറ്റി ടൈം റിലേഷൻ? എന്താണ്? v is equal to u plus at. പൊസിഷൻ ടൈം റിലേഷൻ എന്താണ്? s is equal to ut plus half at സ്ക്വയർ. അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നു പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. എന്താണ് ആ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ? ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള സമയത്ത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. എന്തുപയോഗിച്ച്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ആ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ എന്താണ്? നമ്മളെ ഗ്രാഫിനെ കൺസിഡർ ചെയ്തു. ആ ട്രപ്പീസിയത്തെ എങ്ങോട്ട് മാറ്റി വെച്ചു. പി ക്യു ആർ എന്ന പേര് കൊടുത്തു. നമ്മൾ എന്താണ് പാരലൽ സൈഡിന് എ ബി എന്ന് കൊടുത്തു. ആ എ പിന്നെ എന്താണ് ഇനിഷ്യൽ വെലോസിറ്റിയെയും ബി ഫൈനൽ വെലോസിറ്റിയെയും എസ് ആർ ടൈമിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതേപോലെ എഴുതി. എ ഈസ് ഈക്വൽ ടു പി എസ്, ബി ഈസ് ഈക്വൽ ടു ക്യു ആർ, എച്ച് ഈസ് ഈക്വൽ ടു എസ് ആർ ടൈമിനെ കാണിക്കുന്ന നമ്മൾ എഴുതി. ശേഷം നമ്മൾ പഠിച്ചായിരുന്നു ഏരിയ ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എഴുതുന്നു? കഴിഞ്ഞ ക്ലാസ് തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഇനി മാറ്റമൊന്നുമില്ല. എഴുതുന്നു എസ് ഈസ് ഈക്വൽ ടു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ എസ് എഴുതിയത്? എസ് സ്റ്റാൻഡ്സ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ആയിരിക്കും, നമുക്കറിയാലോ. സോ എഴുതി എസ് ഈസ് ഈക്വൽ ടു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആയിരിക്കും. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആയിരിക്കും. എഴുതുന്നു എസ് ഈസ് ഈക്വൽ ടു ഹാഫ്. എച്ചിന്റെ വാല്യൂ എന്താണ്? എച്ചിന് പകരം ആരെ എഴുതുന്നു? ഹാഫ് ടി ഇൻറ്റു എക്ക് പകരം ആരെ എഴുതുന്നു? ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ബിക്ക് പകരം ആരെ എഴുതുന്നു? ഫൈനൽ വെലോസിറ്റി. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി. നമ്മൾ നേരത്തെ എത്തിയ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ടിയുടെ വാല്യൂ, എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? ഈ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഓർക്കുക, ഇവിടെ എ എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് വെലോസിറ്റി കൂടി മുകളിലേക്ക് പോകുകയല്ലേ? അവിടെ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുകയല്ലേ? അവിടെ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു നമുക്ക് പറയാം. അവിടെ എന്തുണ്ടാകുന്നു നമുക്ക് പറയാം? അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആയിരിക്കില്ലയോ? എനിക്കിവിടെ ടിയുടെ മൂല്യം കണ്ടുപിടിക്കണം. എന്തിന്റെ മൂല്യം കണ്ടുപിടിക്കണം? ഈ ടിയുടെ മൂല്യം കണ്ടുപിടിക്കണം. ആ ടിയുടെ മൂല്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അതിനുശേഷം ഞാൻ ടിയെ കണ്ടുപിടിക്കുന്നു, ക്രോസ് ചെയ്യുന്നു. സോ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി മൈനസ് യു ബൈ എ ആയിരിക്കും. അപ്പോൾ എനിക്ക് ടിയുടെ വാല്യൂ കിട്ടി. ടിയുടെ വാല്യൂ എന്താണ്? വി മൈനസ് യു ബൈ എ ആയിരിക്കും. എന്താണ് ടിയുടെ വാല്യൂ? എന്താണ്? വി മൈനസ് യു ബൈ എന്തായിരിക്കും? ടിയുടെ വാല്യൂ എന്തായിരിക്കും? വി മൈനസ് യു ബൈ എ ആയിരിക്കും. ശേഷം ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് രണ്ടാമത്തെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് പകരം ടിയുടെ വാല്യൂ ആയ വി മൈനസ് യു ബൈ എ കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ ടിക്ക് പകരം ടിയുടെ വാല്യൂ ആയ ആരെ കൊടുക്കുന്നു? വി മൈനസ് യു ബൈ എ കൊടുക്കുന്നു. നോക്കാം, എഴുതുന്നു എസ് ഈസ് ഈക്വൽ ടു എന്താണ്? എസ് ഡിസ്പ്ലേസ്മെന്റ് സമം ഹാഫിനെ അതേപോലെ എഴുതി. ടിക്ക് പകരം ആരെ കൊടുക്കുന്നു? ടിക്ക് പകരം ടിയുടെ മൂല്യമായ വി മൈനസ് യു ബൈ എ കൊടുക്കുന്നു. വി മൈനസ് യു ബൈ എ എവിടെ നിന്ന് വന്നു? ആക്സിലറേഷന്റെ ഇക്വേഷനിൽ നിന്ന് വന്നു. കാര്യം ഇവിടെ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, അല്ലയോ? സോ ഹാഫ് ടിക്ക് പകരം ടിയുടെ വാല്യൂ ആയി എഴുതുന്നു വി മൈനസ് യു ബൈ എ. എന്തെഴുതുന്നു? വി മൈനസ് യു ബൈ എ. ബാക്കി ആരുണ്ട്? ബാക്കി ഒരു യു പ്ലസ് വി ഉണ്ട്. ആ യു പ്ലസ് വി ഞാൻ എഴുതുന്നു വി പ്ലസ് യു എന്ന് എഴുതുന്നു. വി പ്ലസ് യു എന്ന് എഴുതുന്നു. യു പ്ലസ് വി എന്ന് എഴുതിയാലും വി പ്ലസ് യു എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അതുകൊണ്ട് എഴുതുന്നു എന്താണ്? ഹാഫ് ടിക്ക് പകരം ടിയുടെ വാല്യൂ ആയ വി മൈനസ് യു ബൈ എ ഇൻറ്റു യു പ്ലസ് വിക്ക് പകരം എഴുതുന്നു വി പ്ലസ് യു. രണ്ടും സെയിം തന്നെയാണ്. ശേഷം വീണ്ടും എഴുതുന്നു എസ് ഈസ് ഈക്വൽ ടു
ഇവരെ ചേർത്തങ്ങ് എഴുതുകയാണ്. ഹാഫ് വി മൈനസ് യു, അതേപോലെ എഴുതി വി മൈനസ് യു. ഇപ്പുറത്താരുണ്ട്? ഒരു വി പ്ലസ് യു ഹോൾ എന്താണ് 2 into a. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ നമ്മൾ എഴുതി എസ് ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ടിക്ക് പകരം ടിയുടെ വാല്യൂ ആയ വി മൈനസ് യു ബൈ എ ഇൻറ്റു വി മൈനസ് യു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് വീണ്ടും എഴുതാം എസ് ഈസ് ഇക്വൽ ടു ഹാഫിനെ അതേപോലെ എഴുതി ഹാഫ് വി മൈനസ് യു ഇൻറ്റു വി ഇൻറ്റു വി പ്ലസ് യു ഡിവൈഡ് ബൈ എ. ഓക്കെ, S is equal to half into V minus U into V plus U by A. ഈ V minus U into V plus U എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ മാത്സിലെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. A minus B into A plus B ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ആ A minus B into A plus B എന്താണ് A minus B into A plus B? ആ A square minus B square. സെയിം ഇക്വേഷൻ എവിടെ വന്നിരിക്കുന്നത്? V minus U into V plus U എന്തായിരിക്കും? V square minus U square എന്നായിരിക്കത്തില്ലേ? അപ്പോൾ അതിനെ അതേപോലെ എഴുതുന്നു. എന്താണ്? S is equal to half into ഇത് ഏത് ഫോർമാറ്റിലായി? V minus U into V plus U ഏത് ഫോർമാറ്റിലായി? A minus B into A plus B എന്ന ഫോർമാറ്റിലേക്ക് മാറിയിട്ടില്ലേ? അപ്പോൾ A minus B into A plus B എന്താണ്? A square minus B square. അതേപോലെ എഴുതുന്നു V square minus എന്താണ്? half into V square minus U square by A. V square minus U square by A. നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. S is equal to നമുക്കറിയാം മൾട്ടിപ്ലൈ നമുക്കറിയാലോ. സോ എഴുതുന്നു S is equal നമുക്കറിയാലോ. ഭിന്നസംഖ്യയിലെ മൾട്ടിപ്ലൈ നമുക്കറിയാലോ. അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത അംശമായും ഛേദങ്ങളെ അങ്ങനെ ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഛേദമായി എഴുതുന്നു. നോക്കുക 1 into V2 minus U2 എന്തായിരിക്കും? V2 minus U2 തന്നെയായിരിക്കും. ഡിവൈഡ് ബൈ 2 into A അത് 2A ആയിരിക്കും. എന്തായിരിക്കും? അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. S is equal to V square minus U square ഡിവൈഡ് ബൈ എന്തായിരിക്കും? 2A ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എഴുതുന്നു. ഈ സ്റ്റെപ്പ് എഴുതുന്ന മുകളിലേക്ക് എഴുതുകയാണ്. S is equal to V square minus U square divided by 2A. ഞാൻ ഈ 2A S കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. കൂടെ എഴുതുന്നു 2AS is equal to S എവിടെ വന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2AS is equal to V square minus U square. സോ ഞാൻ ഇതിന്ന് V സ്ക്വയറിനെ കോമൺ എടുക്കുന്നു. സോ V square is equal to ബാക്കി ആരുണ്ട്? U square plus 2AS. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. എന്താണ്? പൊസിഷൻ വെലോസിറ്റി റിലേഷനെ വിളിക്കുന്ന പേരാണ് V square is equal to U square plus 2AS. അപ്പോൾ ഈ 3 റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 3 നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം എന്ത് പഠിച്ചു നോക്കുക. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ആദ്യം നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ പഠിച്ചു. എന്താണ് വെലോസിറ്റി ടൈം റിലേഷൻ? വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത് V is equal to U plus AT ആയിരിക്കും. അതിനുശേഷം നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ പഠിച്ചു. പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയുന്നത് S is equal to UT plus half AT square ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പോൾ നമ്മൾ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ പഠിച്ചു. അതെന്താണ്? അത് V square is equal to U square plus 2AS. ഇതെല്ലാം നമ്മൾ എവിടുന്നാ കണ്ടെത്തിയത്? ഇതെല്ലാം നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് നമ്മളിതെല്ലാം എന്ത് ചെയ്ത് നമ്മളിതെല്ലാം കണ്ടെത്തിയത്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിക്കാനുള്ള 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ന്യൂട്ടന്റെയാണ്. 3നെയും ന്യൂട്ടന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? V is equal to U plus AT. ഇതിനെ മറ്റൊരു പേര് വിളിക്കുന്നത് എന്താണ്? വെലോസിറ്റി ടൈം റിലേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഏതാണ്? S is equal to UT plus half AT square. ഇതിനെ മറ്റൊരു പേര് വിളിക്കുന്നത് ഏതാണ്? പൊസിഷൻ ടൈം റിലേഷൻ. ലാസ്റ്റ് നമ്മൾ അവസാനമായി പഠിച്ചു V square is equal to U square plus 2AS. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്റർ നമുക്ക് ഏകദേശം പഠിക്കുന്നത്. ഏകദേശം ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഇക്വേഷൻസ് എല്ലാ ആൾക്കാരും പേപ്പറിൽ എഴുതി പഠിക്കണം. എന്നാലും നമുക്ക് ഈ മെത്തേഡ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പേപ്പർ എടുത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.